ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. ഗുഡ് മോർണിംഗ്. ഈ US-ന്റെ തീരുവ പ്രശ്നം വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും രാജ്യങ്ങൾ നമുക്ക് സപ്പോർട്ടുമായി നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇപ്പോ ചൈനയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നു, അദ്ദേഹം അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരു വാർത്ത വരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരുന്നു മോദിയെ കാണാൻ. എങ്ങനെ കാണണം മാഷേ ഇതിനെ? അല്ല, അത് ഏറ്റവും പുതിയ വാർത്തയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരുന്നു, നരേന്ദ്രമോദിയെ കാണാൻ വരുന്നു എന്നുള്ളത് പുതിയ വാർത്തയാണെങ്കിൽ പോലും നമുക്കതിൽ അത്ഭുതം തോന്നുന്നില്ല. കാരണം പുതിയ ലോകത്ത് ഇന്ത്യക്കൊരു വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് പല കാരണങ്ങളാൽ. ഒന്ന്, അമേരിക്കയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതാണ് ഒരു കാരണം. ഈ വെടിനിർത്താൻ വേണ്ടി വലിയ വായിൽ വർത്തമാനം പറയുന്ന അമേരിക്കയാണെങ്കിലും ആത്മാർത്ഥമായി ഭൂമിയിൽ സമാധാനം വരണമെന്നും യുദ്ധങ്ങൾ അവസാനിക്കണമെന്നും ആത്മാവുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പൊതുവെ യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. വേറൊന്ന്, ഈ വികസ്വര രാജ്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യ ഇന്നിപ്പോൾ ലോകത്തിലെ വികസിത രാജ്യങ്ങൾക്ക് സ്വീകാര്യമായ മട്ടിൽ മുന്നേറിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിലിപ്പോൾ അമേരിക്കയുടെ വിശ്വാസ്യത തകർന്നു പോവുകയും അമേരിക്കയുടെ വ്യാപാരം തന്നെ ഇടിഞ്ഞു പോവുകയും അമേരിക്കയുടെ സമ്പദ്ഘടന തകർന്നു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഇനി അമേരിക്ക അല്ല, അമേരിക്ക ഇല്ലാത്തൊരു ലോകം സാധ്യമാണ്. ഏകധ്രുവ ലോകം എന്ന് അമേരിക്കയും നോക്കി പറഞ്ഞിരുന്നവർ ഇപ്പോൾ ഒരു പല ധ്രുവങ്ങൾ, ഒരു മൾട്ടിപോൾ വേൾഡിനെ കുറിച്ച് സ്വപ്നം കാണുകയും അതിൽ ഇന്ത്യയെയും ചൈനയെയും റഷ്യയെയും ഒക്കെ തുല്യശക്തികളായി, കൂട്ടത്തിൽ ജപ്പാൻ എന്ന കൊച്ചു രാജ്യത്തെ പോലും തുല്യശക്തിയായി കണ്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നെതന്യാഹുവിൻ്റെ വരവിന് പുതിയ ലോക സാഹചര്യത്തിൽ നെതന്യാഹുവിൻ്റെ ഏറ്റവും പുതിയ രാഷ്ട്രീയത്തിൽ നെതന്യാഹു അമേരിക്കയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, നെതന്യാഹു UN-നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. എന്നിട്ടും നെതന്യാഹു ഇന്ത്യയെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ കൂടുതലാണ്. അത് മാത്രമല്ല മാഷേ, അത് നെതന്യാഹു ഇന്ത്യയിലേക്ക് വരുന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധി JP സിംഗ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുമായിട്ടുള്ള കാലങ്ങളായിട്ടുള്ള ഇസ്രായേലിൻ്റെ സഹകരണം അത് സംബന്ധിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലടക്കം നടത്തിയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള വരവിനെക്കുറിച്ച് പറയുന്നത്. ഉടൻ തന്നെ വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് നെതന്യാഹുക്ക് എപ്പോൾ വേണേലും സ്വാഗതം. നമ്മൾ മുമ്പ് മോദിയും നെതന്യാഹുവും കടൽ തീരത്ത് കാറ്റുകൊള്ളാൻ പോയതിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അത്തരത്തിൽ ഇസ്രയേലുമായിട്ടുള്ള ഒരു സഹകരണം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നെതന്യാഹുവിന് ഒരു ദൗത്യം ഉണ്ടാകണം എന്നാണ് കരുതുന്നത്. ഒരു ട്രംപിൻ്റെ ഒരു ദൂതനായിട്ട് അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ്റെ റോള് വഹിക്കാനായിരിക്കുമോ നെതന്യാഹുവിൻ്റെ വരവ്? എനിക്ക് തോന്നുന്നു അതിനകത്ത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, ആ പറഞ്ഞതിൽ ഒരു കാര്യം വസ്തുതയാണ്. ട്രംപിന് ലോകത്ത് വഹിക്കാൻ പറ്റാത്ത പദവി ഇപ്പോൾ നെതന്യാഹുവിനുണ്ട്. അത് അവർ തന്നെ അധ്വാനിച്ച് നേടിയതാണ്. ലോകത്തിലെ വമ്പിച്ച സൈനിക ശക്തിയായി ഒരു കൊച്ചു രാജ്യം, വലിയ പ്രതിരോധ ശക്തിയായി, വലിയ ആയുധ ശക്തിയായി, വലിയ ശാസ്ത്രീയ ശക്തിയായി, വലിയ ടെക്നോളജിക്കൽ മീൻസ് സാങ്കേതിക ശക്തിയായൊക്കെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യക്ക് വലിയ തോതിൽ ആയുധങ്ങൾ ഇസ്രായേലിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിനൊരു തിരിച്ചടി, ഇതിൻ്റെ ഒരു മറുവശം കൂടി നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേലിനെതിരായി ഇപ്പോൾ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഫലസ്തീൻ ഇഷ്യൂവിൽ ഇത്ര കടുത്ത നിലപാടെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോകരാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്ക് ഇസ്രായേലിന് ഈ ഒരു നിലപാടല്ലാതെ എടുക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ G7 രാജ്യങ്ങളിൽ നിന്ന് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ലോകത്തിലെ ഒട്ടുമിക്ക സമാധാന പ്രേമികളും ഇസ്രായേലിനോട് ഇപ്പോൾ ഒരു കേണ അപേക്ഷിക്കുന്നുണ്ട്. കാരണം അത്ര ക്രൂരം എന്ന് വിളിക്കാവുന്ന ഈ പട്ടിണിക്കിട്ട് ഗസക്കാരെ കൊല്ലുക, അതിഭീകരമായിട്ട് അവസാനത്തെ ഗസയെയും ശുദ്ധീകരണ പ്രക്രിയ നടത്തുക, അവിടുന്ന് ആളുകളെ അന്യരാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാനുള്ള അജണ്ട ഉണ്ടാക്കുക, ആളുകൾ സൗജന്യമായി കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അവിടെ വിതരണം ചെയ്യുന്നത് തടയുക. അങ്ങനെ ഫലസ്തീൻ ജനത അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, ആചാര്യന്മാർ പണ്ട് ചെയ്ത മഹാപരാധങ്ങളുടെ ഫലമാണ് അനുഭവിക്കുന്നതെങ്കിൽ പോലും ഈ ജനതയോട് ഇങ്ങനെ ചെയ്യാമോ എന്ന ഒരു മാനുഷികമായ ചോദ്യം ലോകത്തുനിന്ന് ഉയരുന്നുണ്ട്. ഈ പർട്ടിക്കുലർ സമയത്ത് നെതന്യാഹുവിനെ ഇന്ത്യ സ്വീകരിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു മനസ്സുണ്ടല്ലോ, സമാധാനത്തിൻ്റെ പക്ഷത്ത്, യുദ്ധവിരുദ്ധമായ മനസ്സ്, ശാന്തിദൂതൻ്റെ ഒരു മനസ്സ് ഒക്കെ ഇന്ത്യക്ക് പണ്ടേ ഉണ്ട്. ഇപ്പോൾ മോദിയുടെ കാലത്ത് അത് കൂടിയിട്ടുമുണ്ട്. വിശ്വഗുരു എന്ന് മനസ്സറിഞ്ഞ് തന്നെ ആളുകൾ നമ്മെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് നെതന്യാഹു വരുമ്പോൾ ഇന്ത്യ നെതന്യാഹുവിനോട്
പലസ്തീനികളോട് എങ്ങനെ പെരുമാറണം എന്ന് പറയും, എന്ത് പറയും? നെതന്യാഹുവിന് അമേരിക്ക പറഞ്ഞാൽ പോലും കേൾക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അറബ് ലോകങ്ങൾ പറയുന്നുമില്ല. അറബ് ലോകങ്ങൾക്കറിയാം ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ശക്തിയും അവരുടെ നിലപാടും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്നതുകൂടി വളരെ നിർണായകമാണ്. അല്ല, നമ്മൾ ഇസ്രായേൽ വിഷയത്തിൽ ക്ഷമിക്കണം, പലസ്തീൻ വിഷയത്തിൽ കാലങ്ങളായിട്ട് സ്വീകരിച്ച നിലപാടിൽ ഒരു കാൽമാറ്റം നമ്മൾ വരുത്തിയിട്ടില്ല. സത്യത്തിൽ ഈ ഹമാസിനെ അടക്കം തള്ളിപ്പറയുന്ന നിലയിൽ അവിടെ ഇപ്പോൾ നടക്കുന്നത് ഭീകരവാദ പ്രവർത്തനമാണെന്ന തരത്തിൽ കൃത്യമായൊരു നിലപാട് ഇപ്പോൾ നമുക്കുണ്ടല്ലോ. പഴയ യാസർ അറാഫത്തിൻ്റെ കാലത്തൊരു നിലപാടല്ലല്ലോ ഇപ്പോൾ ഇന്ത്യക്ക്. അല്ല, നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ നിലപാടിൽ മാറ്റം വരുത്തിയത് ശരിയുമാണ്. കാരണം ഈ 1948 ഫലസ്തീൻ പൊളിറ്റിക്സ് അല്ല 2025 പൊളിറ്റിക്സ്. ഇപ്പോൾ ഫലസ്തീനിൽ ഈ അസമാധാനവും ഭീകരപ്രവർത്തനവും ഇറാൻ്റെ പിന്തുണയോടുകൂടിയുള്ള അട്ടിമറി പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത് ഇസ്രായേലിനെന്നല്ല, ഇസ്രായേലിൻ്റെ സ്ഥാനത്ത് ലോകത്തിലെ ഒരു രാജ്യത്തിനും സഹിക്കാനാവില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധം, തിരിച്ചടി, പ്രത്യാക്രമണം ന്യായമാണെന്ന് എല്ലാവരും സമ്മതിക്കും. പക്ഷെ ചോദ്യം, ഒരു വമ്പൻ ശക്തിയായി മാറിയ ഇസ്രായേൽ ഇപ്പോൾ ഫലസ്തീൻ ജനതയോട് പെരുമാറുന്ന രീതി എത്ര തന്നെ ന്യായീകരിക്കാവുന്നതാണെങ്കിൽ പോലും ക്രൂരമല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അക്കാര്യത്തിൽ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഒരു അധീനമായ അപേക്ഷയെങ്കിലും, മാനുഷികമായൊരു അപേക്ഷയെങ്കിലും ഇന്ത്യ വെക്കുമോ എന്നൊരു ചോദ്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഒക്കെ മനസ്സിലുള്ള ഒരു ഇന്ത്യക്കാരൻ്റെ മോഹം, ആഗ്രഹം എന്നതിൽ പറയുകയാണ്. എന്തായാലും അത് എനിക്ക് തോന്നുന്നു അത്തരം ഡിസ്കഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്നതിൻ്റെ പിന്നിൽ വളരെ കൃത്യമാണ്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഇസ്രായേൽ പഠിച്ചിരിക്കുന്നു. ഇസ്രായേലിനെ നിലക്ക് നിർത്തിയിട്ട് ഞാനാണ് ഫലസ്തീൻ രാഷ്ട്രീയം തീരുമാനിക്കുക എന്ന് പറഞ്ഞ് ചെന്ന ട്രംപിനെ രാത്രിക്ക് രാത്രി ഓടിച്ചിട്ടുണ്ട്. വിറ്റ്കോഫിൻ്റെ ഫോർമുലയുമായി ഇപ്പോഴും ദോഹയിൽ ചർച്ച നടക്കുന്നുണ്ട്. അത് എവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ട്രംപിനോട് ചർച്ച ചെയ്യുന്ന സമയം ഇനി പാഴാണ്. ട്രംപിനേക്കാൾ മീതെ ഇപ്പോൾ നെതന്യാഹു തന്നെയാണ്. പക്ഷേ ഈ അങ്ങനെ നമ്മൾ പറയുമ്പോഴേ ഈ ട്രംപിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് എപ്പോഴും പ്രതികാരാത്മക നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്, ഈഗോയൊക്കെ വെച്ച് പുലർത്തുന്ന ഒരാളാണ്. ഇസ്രായേലിനെ ഒരു പരിധിവരെ സഹായിക്കുന്നതും ആയുധങ്ങൾ നൽകിയൊക്കെ സഹായിക്കുന്ന അമേരിക്കയാണ്. അപ്പോൾ ഇസ്രായേൽ ഈ ഒരു നിലപാട് സ്വീകരിച്ച് ഇന്ത്യയോടൊപ്പം നിൽക്കും. ഇപ്പൊ റഷ്യക്കെതിരെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ച ട്രംപിന് ഇസ്രായേലിനെതിരെ സ്വീകരിക്കാൻ ഒട്ടും മടിയുണ്ടാവില്ല. അങ്ങനെ ഒരു നീക്കം ഇസ്രായേലിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ട്രംപിന്റെ ഭാഗത്ത് നിന്ന്? ഇസ്രായേൽ അവരുടെ ഒരു കൾച്ചർ കൊണ്ടും നന്ദി കൊണ്ടും അവരൊരിക്കലും അമേരിക്കയെ തള്ളി പറയില്ല. കാരണം ഇസ്രായേൽ ഒന്നുമല്ലാത്ത കാലത്ത് അമേരിക്കയാണ് അവരെ പിന്തുണച്ചത്, സംരക്ഷിച്ചത്. അത് വസ്തുതയാണ്. ആരും ഇല്ലാത്ത കാലത്ത് അറബ് രാജ്യങ്ങൾ 5-6 അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ കൊച്ചു രാജ്യത്തെ ആക്രമിച്ച കാലത്ത്, അവരുടെ ബലാരിഷ്ടത മാറിയിട്ടില്ലാത്ത കാലത്ത്, 48 എന്ന് പറഞ്ഞാൽ ലോകമെങ്ങുമുള്ള ജൂതന്മാർ വന്ന് ഫലസ്തീൻ്റെ കിഴക്കൻ പ്രദേശത്ത് താമസമാക്കിയിട്ടേ ഉള്ളൂ, രാജ്യം പോലും ആയിട്ടില്ല. അന്ന് അവർക്ക് ഒരു രാജ്യത്തിൻ്റെ അംഗീകാരം കൊടുത്തു UN എന്ന് പറഞ്ഞിട്ടാണ് അറബ് രാജ്യങ്ങൾ മൊത്തം അവരെ ആക്രമിക്കാൻ പോയത്. അന്ന് മുതൽ തുടങ്ങിയതാണ്. അന്ന് അവർ ആത്മഹത്യാപരമായി തന്നെയാണ് രണ്ടും കൽപ്പിച്ചാണ് പൊരുതിയത്. അപ്പോൾ അന്ന് അവർ അമേരിക്ക ആയുധം കൊടുത്തിട്ടുണ്ട്, സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ സഹായത്തോടും പിന്തുണയോടും കൂടി തന്നെയാണ് ഇസ്രായേൽ മുന്നേറിയത്. അത് സത്യമാണ്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ അമേരിക്കയെ ഇസ്രായേൽ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പക്ഷേ ചെവി കൊടുക്കുന്നില്ല. എത്ര തവണ പോയി പറഞ്ഞു ട്രംപ് യുദ്ധം നിർത്താൻ, വെടിനിർത്താൻ. അത് മാത്രം സാറേ പറയണ്ട എന്ന് വളരെ വിനയപൂർവ്വം പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്തത്. വെടിനിർത്താൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഏകപക്ഷീയമായിട്ട് ഹമാസ് പോലും ഒരു ഘട്ടത്തിലൊന്ന് വെടിനിർത്തിയാൽ നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ദോഹ ചർച്ചയിൽ അത് പലതവണ പറഞ്ഞ അറബ് രാജ്യങ്ങൾ പറഞ്ഞു നോക്കി, എല്ലാവരും പറഞ്ഞു നോക്കി, UK പറഞ്ഞു നോക്കി, ആര് പറഞ്ഞിട്ടും ഇസ്രായേൽ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇസ്രായേൽ അമേരിക്കയെ തള്ളി പറയുന്നില്ലെങ്കിൽ പോലും ഇസ്രായേലിൻ്റെ ചെയ്തികളിൽ അമേരിക്കക്ക് പരിഗണന കൊടുക്കുന്നില്ല. ഒരു പക്ഷേ ഒടുവിലത്തെ ചിത്രം ഇതാണ്. അമേരിക്കക്ക് കൊടുക്കാത്ത പരിഗണന അമേരിക്ക അന്ധമായി തള്ളിമറിച്ച് ഞാനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ വെടിനിർത്തിയത് എന്ന് അവകാശപ്പെടുമ്പോൾ അല്ല, ഒരിക്കൽ പോലും ട്രംപുമായി ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ടെലിഫോണിൽ സംസാരിച്ചിട്ടില്ല എന്ന് ഇന്ത്യ പറയുമ്പോൾ ട്രംപിനെ തള്ളിപ്പറയുന്നു. ട്രംപിനെ പരസ്യമായി തള്ളിപ്പറയാതെ ട്രംപിനെ നിരാകരിക്കുന്ന ഇസ്രായേൽ ട്രംപിനെ പരസ്യമായി തള്ളിപ്പറയുന്ന ഇന്ത്യയെ കാണാൻ വരുന്നു. രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.